ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുക. ഡീപ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള ഒരു പരമ്പരയിൽ 12ാമത്തെ അധ്യായമായിട്ട് സുസ്ഥിര സാമൂഹ്യ ദർശനത്തിൽ 7ാമത്തെ ഭാഗം സംസ്കാരവും കലാവിഷ്കാരങ്ങളും എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം. അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. Culture and artistic expressions build community identity through creative sharing. സംസ്കാരവും കലാവിഷ്കാരങ്ങളും മറ്റൊട്ടേറെ ജീവികളെ പോലെ മനുഷ്യനും ഒരു സാമൂഹിക ജീവിയാണ്. എല്ലാ ജീവികൾക്കും സൗന്ദര്യബോധമുണ്ടെങ്കിലും മനുഷ്യനുള്ളത് സവിശേഷമായ സൗന്ദര്യബോധം. മനുഷ്യൻ സാംസ്കാരികവും കലാപരവുമായ കാര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ സംസ്കാരത്തെയും മൂല്യത്തെയും അവതരിപ്പിക്കാൻ വൈവിധ്യമാർന്ന സ്വന്തം വഴികളുണ്ട്. ഈ വൈവിധ്യത്തെ നാം ആഘോഷിക്കുകയും പരസ്പരം കൈമാറുകയും വേണം. നാം ഉണർത്തുന്ന സംഗീതം, ചിത്രരചന, വസ്ത്രധാരണം, കവിതാലാപനം എന്നിങ്ങനെ അവയിലെല്ലാം കലയും സർഗാത്മകതയും കാണാം. അവയെ പൊതുവാക്കി പങ്കുവയ്ക്കുന്നത് സമൂഹത്തിന്റെ തനിമയെയും ഏകാത്മക താളത്തെയും ശക്തിപ്പെടുത്തും. ലോക ഇക്കോ കമ്മ്യൂണിറ്റികളിൽ എന്ന പോലെ നമ്മുടെ ഇക്കോ വില്ലേജിലും നാം പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും സാംസ്കാരിക മൂല്യങ്ങൾ കൈമാറുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള പങ്കുവയ്ക്കലുകൾ നമ്മെ പലതും പഠിപ്പിക്കുന്നു. ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാനും സർഗാത്മകതയുടെ സൗന്ദര്യം തിരിച്ചറിയാനും സഹായിക്കുന്നു. ഒപ്പം ഏകാത്മകമായ താളത്തിലേക്ക് സമന്വയിപ്പിക്കുന്നതിലൂടെ സുസ്ഥിരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള സാധ്യതയും ഇത് കാണിച്ചു തരും. അതാണ് സംസ്കാരവും കലാവിഷ്കാരങ്ങളും എന്നുള്ളത്. സുസ്ഥിരമായ ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടുന്ന ഘടകങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ, ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ടു വരുന്നത്. അപ്പൊ അതില് സംസ്കാരം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പോ സാമൂഹ്യ ജീവി എന്ന് പറയുമ്പോൾ പ്രകൃതി നൽകിയ ഒരു ഘടന അതിനകത്തുണ്ട്, പ്രാകൃതികമായ ഒരു ഘടനയുണ്ട്. അത് ഉണ്ടായി വന്നപ്പോൾ വികസിച്ചു വന്ന ഒരു നവീകരണം ഉണ്ട്. അപ്പോ ആ നവീകരണത്തിന് ഒരു ക്രമമുണ്ടല്ലോ. എന്നുവെച്ചാൽ ഉണ്ടായ ഒരു ക്രമം, പ്രവർത്തനത്തിനൊരു ക്രമം, ശരീരത്തിനൊരു ക്രമം, വിതരണത്തിനൊരു ക്രമം, പ്രവർത്തന സംവിധാനത്തിനൊരു ക്രമം. ഈ ക്രമങ്ങളെല്ലാം തന്നെ ചില പ്രത്യേക നിർദ്ധരണികൾക്ക്, ആൽഗരിതങ്ങൾക്കനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു വൃത്തം എടുക്കുകയാണെങ്കിൽ വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും പൈ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അളവിൽ ഇതിങ്ങനെ മാറി 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 ആ ഒരു പ്രോഗ്രഷൻ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്താണ് ഒരു വൃത്തം തന്നെ രൂപീകരിക്കുന്നത്. വൃത്തത്തിന്റെ ബാഹ്യപരിധി എന്ന് പറയുന്ന ഒരവസ്ഥ രൂപീകരിക്കുന്നത്, അല്ലെ? അതിനാണ് ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത ക്രമം, നിഷ്കർഷ ഉള്ള ഒരു ക്രമം, നിർദ്ധരണിയായിട്ട് വെച്ചിട്ടുള്ള ഒരു ക്രമം, അങ്ങനെ ഒരു ആൽഗരിതം ഒരു വൃത്തത്തിനുണ്ട്. അതുപോലെ വൃത്തം എന്ന് പറയുന്നത് വളരെ കേവലമായിട്ടുള്ള, ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രമമാണ്. അതുപോലെ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഘടനയിൽ, വിതരണത്തിലൊക്കെ തന്നെ ഒരു ക്രമമുണ്ട്. ഈ ക്രമം അതിനകത്ത് ലീനമായിരിക്കുന്നതാണ്. ഇപ്പോ ഒരു വാഗമരത്തിന്റെ ഇലകളുടെ വിധാനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാ വാഗമരത്തിനും ഒരുപോലെയല്ല ഇരിക്കുന്നതെങ്കിലും അതിന്റെ അത് കണ്ടു കഴിഞ്ഞാൽ വാഗമരമാണെന്ന് തിരിച്ചറിയാൻ പാകത്തിലുള്ള ഒരു ക്രമം അതിനകത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അതൊരു ക്രമം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യന്റെ ശരീരം, മനുഷ്യരൂപത്തിലുള്ള ശരീരമുള്ളത്. ഒരു പട്ടിക്ക് പട്ടിയുടേതായിട്ടുള്ള ഒരു ക്രമമുണ്ട്. അപ്പോ ഈ ക്രമമുണ്ടല്ലോ, ഈ ക്രമം എന്നുള്ളത് ഓരോ ജീവിയിലും എംബെഡഡ് ആണ്, ലീനമാണ്. ആ ലീനമായിട്ടുള്ള ക്രമം അകത്തുള്ളപ്പോ അതിന്റെ പുറത്തും ലീനമായിട്ടുള്ള ക്രമത്തിലുള്ള കാര്യങ്ങളെ കാണുമ്പോൾ അതുമായി മനസ്സ് ഒരു തരം രഞ്ജകത്വത്തിലാവും. അത് എന്റെ ഉള്ളിലൊരു ക്രമമുണ്ട്. അതുപോലെ ബാഹ്യമായിട്ടുള്ള പ്രകൃതിയുടെ വിധാനങ്ങളിലെല്ലാം ക്രമങ്ങളുണ്ട്. എന്റെ ക്രമത്തിന് ആ ക്രമത്തെ കാണുന്ന സമയത്ത് അതുമായി ഒരു ചേർച്ചയിൽ നിൽക്കാൻ കഴിയും. കാരണം അതിനും ഇതിനുമുള്ള ക്രമങ്ങൾ തമ്മിലുള്ള ഒരു ഏകീഭാവമാണ്. ആ ഏകീഭാവത്തെയാണ്
ആ ഏകീഭാഗം ഉണ്ടാകാനുള്ള അവസരത്തെയാണ് നമ്മൾ സൗന്ദര്യം എന്ന് പറയാം. അവിടെ സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല, എനിക്ക് സൗന്ദര്യബോധം വേണം. അവിടെ സൗന്ദര്യവും ഉണ്ടാവണം, ഇവിടെ സൗന്ദര്യബോധവും ഉണ്ടാവണം. ആ സൗന്ദര്യം എന്ന് പറയുന്നത് ക്രമമാണ്. ആ ക്രമബോധം ഉണ്ടാവുക, അത് ആ ക്രമത്തിനോട് എത്രത്തോളം രഞ്ജകത്വം ഉണ്ടാകുന്നുവോ അതിനെയാണ് നമ്മൾ സൗന്ദര്യം, സൗന്ദര്യ ആസ്വാദനം, സൗന്ദര്യബോധം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ ജീവികളിലും ഇത് നിലനിൽക്കുന്നുണ്ട്, സൗന്ദര്യവും സൗന്ദര്യബോധവും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് ക്രമത്തിന്റെ രൂപത്തിൽ, ചോദനയുടെ രൂപത്തിൽ, വാസനയുടെ രൂപത്തിലാണ് നിൽക്കുന്നതെങ്കിൽ മനുഷ്യനിൽ അത് സൗന്ദര്യം എന്ന രീതിയിൽ എടുത്തു പറയാൻ പാകത്തിൽ, അതിനെ തിരിച്ചറിയാൻ പാകത്തിൽ, അതിനെ രേഖപ്പെടുത്താൻ പാകത്തിൽ, അതിനെ പുനരുൽപാദിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു ശേഷിയാണ് ഉള്ളത്. അപ്പോ ഈ സൗന്ദര്യബോധം വച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എക്സ്പ്രഷൻസ് ഉണ്ടാക്കുന്നത്. അത് ചെയ്യാനുള്ള ഒരു ശേഷി മനുഷ്യനുണ്ട്. അവന്റെ സാംസ്കാരികവും കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത്. ആ കലാപരമായിട്ടുള്ള ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു കാര്യത്തെ കാണുമ്പോൾ ആ കാര്യത്തിൽ ഉണ്ടാകുന്ന ഈ മുമ്പേ പറഞ്ഞ സൗന്ദര്യാത്മകമായ ക്രമമുണ്ടല്ലോ, ഈ ക്രമത്തിന്റെ നിർദ്ധരണിയെ നമുക്ക് ബോധ്യം വരും. നമ്മൾ അതിനെ എടുക്കുന്നു, അതിനെ പുനരാവിഷ്കരിക്കുന്നു. അതാണ്, ആ പുനരാവിഷ്കാരത്തെയാണ് നമ്മൾ കല എന്ന് പറയുക. ആ ഒരു വ്യവസ്ഥയിലുള്ള ഉയർന്നു നിൽക്കുന്ന ആ സൗന്ദര്യാത്മകമായ ക്രമാത്മകമായ ആ ഒരു വിതരണമുണ്ടല്ലോ, ആ വിതരണത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സാംസ്കാരികത എന്ന രീതിയിൽ മനസ്സിലാക്കുന്നത്. അധികമായിട്ട് സംസ്കാരം എന്ന് വെച്ചാൽ സംസ്കരിച്ചുണ്ടായത്, ആ ഒരു കാര്യത്തിൽ നിന്നും സംസ്കരിച്ച് മെച്ചപ്പെടുത്തി വന്നത് എന്ന അർത്ഥത്തിൽ. അപ്പോ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിനകത്ത് അതിന്റെ തനതവസ്ഥയെക്കാളും ഉയർന്നു നിൽക്കുന്ന സൗന്ദര്യം, ആ സൗന്ദര്യത്തെയാണ്, ആ വ്യവസ്ഥയുടെ സൗന്ദര്യത്തെയാണ് നമ്മൾ സംസ്കാരം എന്ന രീതിയിൽ സാധാരണ മനസ്സിലാക്കുന്നത്. അതിന്റെ ആ ഉയർന്നു നിൽക്കുന്ന കാര്യത്തെ കോപ്പി ചെയ്തിട്ട് അതിനെ പുനരാവിഷ്കരിക്കുമ്പോഴാണ് അത് കലയായിട്ട് മാറുന്നത്. അല്ലെങ്കിലോ നമ്മുടെ അകത്തുള്ള ആ സാംസ്കാരികമായിട്ടുള്ള ഒരു അവസ്ഥയെ ഉയർത്തി നിർത്തുന്ന ഒരവസ്ഥ, അതാണ് കലയായിട്ട് വരുന്നത്. നമ്മൾ ഗോത്രങ്ങളിലുമൊക്കെ തന്നെ പല രൂപത്തിൽ അത് നമ്മൾ പ്രകടമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോ ഗോത്രങ്ങളിലെല്ലാം തന്നെ മുഖത്തും ശരീരത്തിലൊക്കെ ചായം തീർക്കുകയും പല വരകൾ ഇടുകയൊക്കെ ചെയ്തിട്ട് ഉള്ള ശരീരഭാഗത്തിന്, ശരീരത്തിന്റെ ഒരു ക്രമത്തിന് ചില പ്രത്യേക എലിവേഷൻസ് കൊടുക്കാറുണ്ട്, ചില അഡീഷൻസ് കൊടുക്കാറുണ്ട്. അത് ആ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ്. സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സൗന്ദര്യം കൂട്ടുന്ന പോലുള്ള ഒരു പരിപാടിയല്ല. അത് ഉള്ളിലുള്ള എക്സ്പ്രഷനെ എലിവേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ്. അത് ആ ഗോത്രത്തിന്റെ സംസ്കാരമാണ്. ഇത് ഒരു ഗോത്രത്തിലുള്ളത് പോലെയല്ല മറ്റൊരു ഗോത്രത്തിലുള്ളത്, ഒരു വ്യക്തിയിലുള്ളത് പോലെയല്ല മറ്റൊരു വ്യക്തിയിലുള്ളത്. അപ്പോ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ സംസ്കാരത്തെയും മൂല്യത്തെയും അവതരിപ്പിക്കാൻ വൈവിധ്യമാർന്ന സ്വന്തം വഴികളുണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെ സ്വന്തമായിട്ടുള്ള വഴികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗോത്രത്തിലെ രണ്ടുപേരുടെ വേഷവിധാനം സിമിലാരിറ്റി തോന്നും, പക്ഷെ ഒരുപോലെ ഉണ്ടാവില്ല. അതേസമയം നമുക്കിപ്പോ മാതൃക ലോകത്ത് സ്റ്റാൻഡർഡൈസേഷൻ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും ഒരുപോലെ മുടി വെട്ടണം, ഒരുപോലെ മീശ ഒതുക്കണം, ഒരുപോലെ ഷർട്ട് ഇടണം എന്നുള്ള രീതിയൊക്കെ വന്നിട്ടുണ്ട്. അത് സ്റ്റാൻഡർഡൈസേഷന്റെ ഭാഗമാണ്, പൊതുവൽക്കരണത്തിന്റെ ഭാഗമാണ്. നമ്മളത് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോ എല്ലാവർക്കും അവരുടെ സംസ്കാരത്തെയും മൂല്യത്തെ അവതരിപ്പിക്കാൻ വൈവിധ്യമാർന്ന സ്വന്തം വഴികളുണ്ടല്ലോ. ഈ വൈവിധ്യം, എന്നിലൊരു രീതിയുണ്ട്, നിന്നിലൊരു രീതിയുണ്ട്. ഈ രണ്ട് രീതിയും നിലനിൽക്കുന്നു എന്ന സത്യം, രണ്ട് രീതിയും പരസ്പരം അംഗീകരിക്കുന്നു എന്നുള്ള സത്യം, രണ്ട് രീതികളും പരസ്പരം ഇഴചേർന്നു നിൽക്കുന്നു എന്നുള്ള സത്യം, ആ സത്യത്തെ നമ്മൾ ആഘോഷിക്കണം. അതായത് ഈ നമ്മുടെ ഉള്ളിലുള്ള സാംസ്കാരികമായിട്ടുള്ള കലാപരമായിട്ടുള്ള നമ്മുടെ ആ ഉയർന്ന അവസ്ഥയുണ്ടല്ലോ, ഈ അവസ്ഥയെ ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. അത് പരസ്പരം കൈമാറണം. നമ്മുടെ ഉള്ളിലുള്ള ആ ഉയർന്ന ക്രമം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള മൂല്യം, അതിന്റെ മൂല്യബോധം, ഇത് നമ്മൾ പരസ്പരം കൈമാറും. നമ്മളിപ്പോ ഒരു മൂളിപ്പാട്ട് പാടുകയാണെങ്കിൽ, നമ്മളൊരു കാര്യത്തെ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ ഒരു കാര്യത്തെ ഒതുക്കുകയാണെങ്കിൽ, നമ്മൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പറയുകയാണെങ്കിൽ, അവയിലെല്ലാം ഈ കല എന്ന് പറയുന്നത് കാണാം. ആ കലയുടെ എക്സ്പ്രഷനിൽ ഓരോരുത്തരുടെയും വൈവിധ്യമാർന്നുള്ള സർഗശേഷി കാണാൻ പറ്റും. അത് പൊതുവായി ഒരു ഇടത്ത് വെച്ച് നമ്മൾ പൊതുവൽക്കരിക്കരുത് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരുപോലെ സ്റ്റാൻഡേർഡ് ആകരുത് എന്നുള്ളതാണ്. അതിന് പകരം
അത് പൊതുവാക്കി പങ്കുവയ്ക്കുന്നത്, എല്ലായിടത്തും എല്ലാവരും തമ്മിൽ കാണുന്ന ഒരിടത്ത് വെച്ച് ഇത് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ ആസ്വാദനം എല്ലാവർക്കും കൂടെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവിടെ സമൂഹത്തിന്റെ തനിമ എന്ന് പറയുന്നത് വെളിപ്പെടും. അവിടെ ആ ഒരു ഏകാത്മകത, ഒരുമിച്ചാവുന്ന, ഹാർമണിയസ് ആവുന്ന ഒരവസ്ഥ ഉണ്ടായി വരും. അതിൻ്റെതായ താളം ശക്തിപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഒരു കമ്മ്യൂണിറ്റിക്ക് നിലനിൽക്കാനാവുന്നത്. ഇത് ലോക ഇക്കോ കമ്മ്യൂണിറ്റികളെല്ലാം തന്നെ ഈ ഒരു സംവിധാനമുണ്ട്. ലോകത്തുള്ള സർവ്വ ഗോത്രങ്ങളിൽ ഏതുണ്ട്. നമ്മൾ ഈ വല്ലാതെ വികസിച്ചു പോയ ഒരു ഗോത്രമായതുകൊണ്ടാണ് മലയാളികൾക്കിടയിൽ അത് വലുതായിട്ട് പ്രകടമാകത്തത്. കലകളില്ല എന്നല്ല, സാംസ്കാരിക പ്രവർത്തനങ്ങളില്ല എന്നുള്ളതല്ല, അതിനെല്ലാം തന്നെ ചില ഹിപ്പോക്രസിയുടെ ഒരു അവസ്ഥ കൊണ്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ, മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ നമ്മൾ അവിടെ കിടന്ന് തുള്ളാൻ അവർ തയ്യാറാവും. നമ്മുടെ നാട്ടിലുള്ളവർ തയ്യാറാവില്ല. കാരണം വെച്ചാൽ നമുക്ക് അതിനോട് ചേർന്ന് പോലെ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു കൃതി കണ്ടു കഴിഞ്ഞാൽ ആ കൃതിയോട് ചേർന്നിരിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ കൊള്ളാം എന്ന് നമ്മൾ പറയില്ല. നമ്മൾ ഈ ആധുനിക ലോകത്തെ മറ്റേ യുവാക്കളുണ്ടല്ലോ, ഇതിന്റെ നേരെ എതിർദിശയിലുള്ള വേറൊരു കാര്യമില്ല. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ പാട്ടിന് എന്ത് താളമാണുള്ളത്, ആ താളത്തിനും അപ്പുറത്തുള്ള ഒരു താളത്തിലേക്ക് ഇവർ പോവുകയും അതിനെ മുഴുവൻ ഭേദം വരുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്നും നിലവിലുണ്ട്. അപ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ഈ എക്സ്പ്രഷൻസ് പൊതുവായി അവതരിപ്പിക്കുക, പൊതുവായി പങ്കിടുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക എന്ന രീതിയിലാകുന്ന സമയത്താണ് ആ കമ്മ്യൂണിറ്റിയുടെ സാംസ്കാരികമായ ആ കൂട്ടിപ്പിടുത്തം ഉണ്ടാവുക. സാംസ്കാരികം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അധികമായി ഉള്ളത് എലിവേറ്റ് ചെയ്ത് കാണിക്കുന്ന ക്രമമാണ്. ആ അധികമായി ഉണ്ടാകുന്ന ക്രമങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടായി വരും. അപ്പൊ നമ്മുടെ ഇക്കോ വില്ലേജിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നമ്മൾ ഇതുപോലെ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും സാംസ്കാരിക മൂല്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള പങ്കുവെക്കലുകൾ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മളൊന്ന് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ പൊരുത്തമാകാനുള്ള, കോൺഗ്രുവൻസിലാവാനുള്ള ആ ഒരു ശേഷി ഉണ്ടല്ലോ, അനുരൂപപ്പെടാനുള്ള ശേഷി, അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം മെച്ചപ്പെടും. നമുക്ക് കാര്യങ്ങളെ സ്വീകരിക്കാൻ കഴിയും. നമുക്ക് സഹിഷ്ണുതയുണ്ടാകും. ഒരു എക്സിസ്റ്റിംഗ് സമൂഹത്തില്, ഒരു സുസ്ഥിരമായ ഒരു സമൂഹത്തില് ആളുകൾക്കിടയിൽ അത് ഈ പറയുന്ന സഹിഷ്ണുത, സ്വീകാര്യത തുടങ്ങിയ മൂല്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകേണ്ടതാണ്. ഇത് സൗന്ദര്യാത്മകമായ ക്രമങ്ങളിൽ നിന്നും തുടങ്ങി അതിനെ അംഗീകരിച്ച് ആദരിച്ച് ആ വൈവിധ്യത്തെ സ്വീകരിച്ചു പോകുന്ന സമയത്ത് ഇവയെല്ലാം തമ്മിലുള്ള ആ സമൂഹത്തിലെ ഘടകങ്ങളായ സത്തകൾ, മനുഷ്യർ, ജീവജാലങ്ങൾ എല്ലാം തമ്മിലുള്ള ഒരു പരസ്പരാനന്ദത്തിലേക്ക് ചെന്നെത്തും. ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാൻ, സർഗാത്മകതയുടെ സൗന്ദര്യം തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ഒപ്പം ഏകാത്മകമായ താളത്തിലേക്ക്, ഒരേ രഥത്തിലേക്ക് സമന്വയിക്കുന്നതിലൂടെ സുസ്ഥിരമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്താൻ, അല്ലെങ്കിൽ കെട്ടിപ്പടുക്കുക അല്ല ഉള്ളതിന് പകരം നമുക്ക് വേറൊരു രീതി പറയാം, എല്ലാത്തിനെയും ചേർത്ത് നിർത്താൻ, ഇഴചേർന്ന് നിൽക്കാൻ, ആ സുസ്ഥിരതയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറാൻ ഇത് സഹായിക്കും. അപ്പോ ഒരു സുസ്ഥിര ജീവന സമൂഹം ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഉള്ള ക്രമത്തെ എലിവേറ്റ് ചെയ്ത് കാണിക്കുന്ന സൗന്ദര്യാത്മകമായ സാംസ്കാരികമായ കലാവിഷ്കാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ കലാവിഷ്കാരങ്ങൾ വഴിയാണ്, അത് ഒരു വ്യക്തിയുടെ എന്നുള്ള രൂപത്തിലല്ല, ഓരോരുത്തരുമുള്ള കലാവിഷ്കാരങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഇവയെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സിൻക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാകേണ്ടതുണ്ട്. സിൻക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷെയറിംഗ് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു സമൂഹം, ഒരു സുസ്ഥിര ജീവന സമൂഹം, അത് ഏകതാളത്തിലായി, ഫ്രിക്ഷൻ ഇല്ലാതെ, പൊരുത്തമായി, ഇംപ്രവൈസ് ചെയ്ത്, തുടർച്ചയായിട്ട് ഒരാൾ ചെയ്യുന്നതിന്റെ തുടർച്ച മറ്റൊരാൾ ചെയ്ത് അങ്ങനെ മുൻപോട്ട് പോകും. റെസിസ്റ്റൻസ് ഇല്ലാതിരിക്കും. ഏതൊരു ജൈവ സംവിധാനത്തിനും ഈ ക്രമങ്ങൾ തമ്മിലുള്ള ഒരു പൊരുത്തം ഉണ്ടാകേണ്ടതുണ്ട്. മനുഷ്യ സമൂഹത്തിൽ അതിനെ കലാവിഷ്കാരങ്ങൾ എന്നുള്ള രൂപത്തിലാണ് നിലനിൽക്കുന്നത്. അത് ഉണ്ടായിരിക്കാൻ കമ്മ്യൂണിറ്റികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്മ്യൂണിറ്റികൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ഓരോ ഓർമ്മയിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.